ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററാണ്. ഓക്കെ, കൈനമാറ്റിക്സിനകത്ത് വരുന്ന ഫസ്റ്റ് ചാപ്റ്ററാണ്. വളരെ പ്രാധാന്യമുള്ള ഒരു ചാപ്റ്ററാണ്. നിങ്ങളുടെ എൻട്രൻസിന് നോക്കിയാലും അത് പ്രാധാന്യമുള്ളത് തന്നെയാണ്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് നോക്കിയാലും നല്ല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഒരു ചാപ്റ്ററാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അതോടനുബന്ധിച്ച് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡയമെൻഷണൽ അനാലിസിസിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ S=UT അത് ആ ഫോർമുലാസൊക്കെയാണ് ഇട്ട് നമ്മൾ നോക്കിയത് അല്ലേ. അത് ഡെറിവേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അത് ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് നോക്കാനൊക്കെ അതാ ചെയ്തത് അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാം കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ പറയാനും കൂടെ മറക്കരുത്. ശരി, ഇനി അല്ല ഇതിനകത്ത് ഇനി നിങ്ങൾ കുറച്ച് ന്യൂമെറിക്കൽസ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതും പറയുക. ഞാനത് നോക്കി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ പ്രിൻ്റ് ഔട്ടൊന്നും എടുക്കാനൊരു നിർവാഹം ഇല്ലാത്ത കാരണമാണ്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടല്ലേ ആൻസേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പ്രൊവിഷൻ ഇല്ലാതായി പോയതുകൊണ്ടാണ് ഇരിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന് ആണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത് മാതിരി മറ്റേ വീഡിയോയ്ക്കകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ അകത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പോൾ സമയം കളയേണ്ട, നമുക്ക് തുടങ്ങാം. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, ഒറ്റ ലൈനിലൂടെ മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതെന്താണ്? വൺ ഡയമെൻഷണൽ മോഷൻ. ഒരു ഓബ്ജക്റ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നു? ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വൺ ഡയമെൻഷണൽ മോഷൻ. എന്നാൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോർഡിനേറ്റ് മതി. ഏതെങ്കിലും വൺ ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് മതി. ഏത്? സ്ട്രെയിറ്റ് ലൈൻ മോഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ. അതായത് ഒന്നുകിൽ എക്സ് ഓർ വൈ കോർഡിനേറ്റ് ഓർ ഇസഡ് കോർഡിനേറ്റ്, ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് മതി. ഏത്? വൺ ഡയമെൻഷണൽ മോഷനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ ആദ്യം പഠിച്ചത് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ മോഷൻ? ഒരു ഓബ്ജക്റ്റ് മോഷൻ ഈസ് ഡിഫൈൻഡ് ആസ് if the position of the object is changing with respect to time. ടൈമിനനുസരിച്ച് ഓബ്ജക്റ്റിൻ്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ, ടൈം കൂടുന്നതിനനുസരിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ഓബ്ജക്റ്റിൻ്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെയാണ് മോഷൻ എന്ന് പറയുന്നത്. If the object is changing its position with respect to time. ഓക്കെ, പൊസിഷൻ ഈസ് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ അതിനെയാണ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ഓബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിലോ പൊസിഷൻ ഈസ് നോട്ട് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. പൊസിഷൻ നോട്ട് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതാണ് എന്താ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ. മോഷൻ എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഈസ് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈം മാറുന്നതിനനുസരിച്ച് പൊസിഷൻ മാറുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതാണെങ്കിൽ മോഷനെന്ന്, മാറിയില്ല എങ്കിൽ റെസ്റ്റിലാന്ന് പറയും. അപ്പോൾ പൊസിഷനെയും ടൈമിനെയും അനുസരിച്ചിട്ടാണ് നമ്മൾ മോഷനും റെസ്റ്റും പറയുന്നത്. അടുത്ത നമ്മൾ പഠിച്ചത് ഇതിനകത്ത് ഡിസ്റ്റൻസ് പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഓബ്ജക്റ്റ്. അതായത് ഒരു ഓബ്ജക്റ്റ് ഇവിടെ എയിലിരിക്കുന്നു, അത് അവിടെ നിന്ന് ബിയിലെത്തി, ബിയിൽ നിന്ന് സിയിൽ പോയി, സിയിൽ നിന്ന് ഡിയിൽ വന്നു. ഓക്കെ, ഇതിപ്പോൾ 2 സെൻറ്റിമീറ്റർ മൂവ് ചെയ്തു, 2 സെൻറ്റിമീറ്റർ മൂവ് ചെയ്തു, ഇതൊരു 3 സെൻറ്റിമീറ്റർ മൂവ് ചെയ്തു, തിരിച്ചിതും വന്ന് 2 സെൻറ്റിമീറ്റർ മൂവ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. എന്നാൽ ഓക്കെ, ഈ 2ഉം 3ഉം 2ഉം കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടുന്നു? അതിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ലെങ്ത്, ഇത് പോയ വഴി എല്ലാം കൂടെ തിരിച്ചു വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽ. അതിനെയാണ്. അപ്പോൾ 2 + 3 + 2 എത്ര കിട്ടും? 7 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതായിരിക്കും അതിൻ്റെ ഡിസ്റ്റൻസ് കവേർഡ്. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് നെക്സ്റ്റ് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്.
ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, that is final position minus initial position. Final minus initial. അതിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ട്രാവൽഡും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡും. ഇതിനെല്ലാം രണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ തന്നെയാണ് യൂണിറ്റ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ രണ്ടിനെയും കൂടെയുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് പറയാൻ പറഞ്ഞാൽ ഡെഫിനേഷൻ പറയാം. ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ, ആൻഡ് യൂണിറ്റ് ഈസ് മീറ്റർ. സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്പ്ലേസ്മെൻ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇനി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾവേസ് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവോ നെഗറ്റീവോ സീറോയോ ആകാം. ഓക്കെ, ഇപ്പോൾ സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ അത് ഹാഫ് സർക്കിളിൻ്റെ ഹാവിങ് റേഡിയസ് 5 സെൻറ്റിമീറ്റർ, ഒരു സെമി സർക്കിളിൻ്റെ റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിനൊരു അതിൻ്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് സൈഡിൽ ഒബ്ജക്റ്റ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബി വരെ എത്തിക്കഴിയുമ്പോൾ എത്രയാണ് ഡിസ്റ്റൻസ് ട്രാവലിനും അതിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതെൻ്റെ എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? എയിൽ നിന്ന് തുടങ്ങി വന്നത് ബി വരെ എത്തി, ഇവിടുന്ന് ഇതുവരെ വരുന്ന ഡിസ്റ്റൻസ് എഴുതണം. അതാണ് എന്താ ഡിസ്റ്റൻസ്. ഹാഫ് സർക്കിൾ, ഹാഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ 2πr. അത് തിരിച്ച് പകുതി വരെ എത്തുമ്പോൾ എന്താണ്? 2πrൻ്റെ പകുതി, അതായത് πr. ഓക്കെ, അപ്പോൾ 5π സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ഡിസ്റ്റൻസ് കവേർഡ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാലോ ഇവിടെ ഇരുന്ന ഓബ്ജക്റ്റ് ഇപ്പോൾ ഇവിടെ എത്തി, ഹാവിങ് റേഡിയസ് 5. ഇപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് ഇതാണല്ലോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. മനസ്സിലായോ? അപ്പോൾ അത് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫുൾ സർക്കിൾ 5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കുലാർ പാത്തിലൂടെ മൂവ് ചെയ്യാണ്. എയിൽ നിന്ന് തുടങ്ങിയിട്ട് മൂവ് ചെയ്ത് തിരിച്ച് ബിയിൽ തന്നെ വന്നെത്തുകയെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഡിസ്റ്റൻസ് കവേർഡ് എന്തായിരിക്കും? ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വന്ന് തിരിച്ച് ഈ ഫുൾ സർക്കിളും കംപ്ലീറ്റ് ചെയ്ത് വരല്ലേ. അപ്പോൾ എന്ത് കണ്ടുപിടിക്കണം? സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ കണ്ടുപിടിക്കണം. സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എന്താണ്? 2πr. ഓക്കെ, 2 × π × 5. അപ്പോൾ 10π സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ഡിസ്റ്റൻസ് കവേർഡ്. ഇനി പോയിട്ട് തിരിച്ച് എയിൽ തന്നെ വന്നെത്തി, ഇനീഷ്യൽ ഫൈനൽ പൊസിഷനും സെയിം അല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താകും? 0. ഓക്കെ, 0 is the displacement. 0 is the displacement and distance covered സർക്കുലർ പാത്തിലാണ് ഈ കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെയാണ്. ഏതാണെങ്കിലും എന്താ അതിൻ്റെ പെരിമീറ്റർ ഇവിടെ എന്താണെന്ന് വെച്ചാൽ പെരിമീറ്റർ എന്താണെന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പോൾ അതിന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സ്ക്വയറാണ് തന്നേക്കുന്നതെങ്കിൽ സപ്പോസ് ഇങ്ങനെയും വരാം. ഒരു സ്ക്വയർ പ്ലോട്ടിൻ്റെ ഒരു ഹാവിങ് സൈഡ് 4 സെൻറ്റിമീറ്റർ. ഓക്കെ, എയിൽ നിന്ന് തുടങ്ങി ബി വരെ എത്തി. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കവേർഡും ഡിസ്പ്ലേസ്മെൻറ്റും ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? അത് ഇതേ നോക്കിയേ, ഇവിടെ 4 സ്ക്വയർ പ്ലോട്ട് അല്ലേ, അപ്പോൾ ഇവിടെയും 4 തന്നെ അല്ലേ. ഡിസ്റ്റൻസ് കവേർഡ് എന്തായിരിക്കും? 8 ആയിരിക്കും. 4 + 4. ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിലോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നിന്ന് ഈ ഡയഗണൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് √4² + √4². ഓക്കെ, ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡ്. അപ്പോൾ അങ്ങനെ എന്താണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ്. പിന്നെ ഒരു കാര്യം കൂടെ ഓർത്തോളുക, ഡിസ്റ്റൻസ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഡിസ്റ്റൻസ് വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, പിന്നെ നമ്മളിതിനകത്ത് പഠിച്ചത് വെലോസിറ്റിയാണ്. വെലോസിറ്റിയും സ്പീഡും. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് സ്പീഡ്. സ്പീഡ് ഈക്വൽസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം.
തെറ്റിപ്പോകരുത്. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം സ്പീഡും ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. ഓക്കെ, ഇപ്പോൾ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താ, യൂണിറ്റ് എന്താണ്, മീറ്റർ ബൈ സെക്കൻഡ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ്. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ. ടൈമിൻ്റെ യൂണിറ്റോ സെക്കൻഡ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ മനസ്സിലായോ എന്താണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും? അപ്പോൾ ഇത് ഡിസ്റ്റൻസ് സ്കെയിലാർക്ക് വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് സ്പീഡും സ്കെയിലാർക്ക് വേണ്ടിയിട്ടായിരിക്കും. വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി ആയത് കാരണം, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റി ആയത് കാരണം വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇത് ഇത്രയും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി. മനസ്സിലായോ? ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈമാണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ബിക്കോസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ, ഡിവൈഡഡ് ബൈ സെക്കൻഡ്. അപ്പോൾ എന്ത് കിട്ടും, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ L(t⁻²). നേരത്തെ വെലോസിറ്റിയുടെ ആണെങ്കിൽ L(t⁻⁻1). ആക്സിലറേഷനത് L(t⁻²). അപ്പോൾ അത് പറഞ്ഞില്ല, വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ആണെന്ന് പറഞ്ഞില്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ആണെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ലെങ്താണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഡയമെൻഷൻ എന്താണ്, L. ഇവിടെ ടൈമിൻ്റെ ഡയമെൻഷൻ T. അപ്പോൾ L(t⁻⁻1). ഓക്കെ, അതുപോലെ തന്നെ അപ്പോൾ വെലോസിറ്റി ഇവിടെ എന്ത് കിട്ടി, L(t⁻⁻1) ഡിവൈഡഡ് ബൈ T, L(t⁻²). ഓക്കെ, ഇനി ആക്സിലറേഷൻ, ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കൂടുന്ന അവസ്ഥയുണ്ടാകാം, അല്ലെങ്കിൽ ഒന്നുകിൽ വെലോസിറ്റി കൂടി വരാം. ഇപ്പോൾ നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു സ്കൂട്ടറോ കാറോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0 വെലോസിറ്റിയിൽ ഇരുന്നത് പതിയെ വെലോസിറ്റി കൂടി വരികയാണ് അല്ലേ. വെലോസിറ്റി കൂടി വരികയാണെങ്കിൽ, അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. സോ ആക്സിലറേഷൻ വിൽ ബി പോസിറ്റീവ് ഇഫ് വെലോസിറ്റി ഈസ് ഇൻക്രീസിങ്. വെലോസിറ്റി കൂടി വരികയാണെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും. ആക്സിലറേഷൻ നെഗറ്റീവ് ആയിരിക്കും ഇഫ് വെലോസിറ്റി ഈസ് ഡിക്രീസിങ്. അതായത് ഇപ്പം ഞാൻ ഏതെങ്കിലും ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, വണ്ടി പെട്ടെന്ന് നിർത്തുകയാണ്. അതായത് 40 km/h ഇരുന്ന ബസ് പെട്ടെന്ന് നിർത്തുകയെന്ന് വെച്ചോളൂ. ഡ്രൈവർ 0 നിർത്തുകയാണ്, ബ്രേക്ക് അപ്ലൈ ചെയ്ത് നിർത്തുകയാണെങ്കിൽ വെലോസിറ്റി കുറഞ്ഞു വരികയാണ് അല്ലേ. അപ്പോൾ വെലോസിറ്റി കുറയുകയാണെങ്കിൽ അതിനെന്ത് പറയും, നെഗറ്റീവ് ആക്സിലറേഷൻ. നെഗറ്റീവ് ആക്സിലറേഷൻ നമ്മൾ പറയുന്ന പേരാണ് റിട്ടാർഡേഷൻ. ഓക്കെ, ഇത്രയാണ് ഈ 3 കാര്യങ്ങളാണ് മെയിൻ. ഇതിൻ്റെ സബ്ബായിട്ട് വരുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്പീഡ് പഠിച്ചു, വെലോസിറ്റി പഠിച്ചു, ആക്സിലറേഷൻ പഠിച്ചു, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ഇത്രയും സംഭവങ്ങളായി. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് യൂണിഫോം മോഷൻ, നോൺ യൂണിഫോം മോഷൻ. യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരേപോലെ. യൂണിഫോം, മോഷൻ ഒരുപോലെ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് മോഷൻ ഒരുപോലെ ആകുന്നത്, ഓരോ 1 സെക്കൻഡ് ഞാൻ കഴിഞ്ഞ് നോക്കുമ്പോഴും. ഇപ്പോൾ ഒരു ഉറുമ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് വെച്ചോളൂ. ഫസ്റ്റ് 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിവിടെ എത്തി, അടുത്ത 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിവിടെ എത്തി, അടുത്ത 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി. അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ് സെയിം ആണ് അല്ലേ. ഡിസ്റ്റൻസ് ട്രാവൽഡ് സെയിം ഇൻ സെയിം ഇൻ്റർവൽ ഓഫ് ടൈം. ഇൻ്റർവൽ ഓഫ് ടൈം സെയിം ഇൻ്റർവൽ ഓഫ് ടൈം. അപ്പോൾ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാലും യൂണിഫോമിലിരിക്കുന്നത് എല്ലാത്തിൻ്റെയും നമ്മൾ കണ്ടുപിടിക്കുന്നത് സെയിം ഇൻ്റർവൽ ഓഫ് ടൈമിൽ സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് പറയാം, യൂണിഫോം മോഷൻ എന്ന് പറയാം.
Okay, so say in same interval of time, if the distance of interval of time, if distance covered is same, then we can say it is under uniform motion. ഓക്കെ, അടുത്ത നോൺ യൂണിഫോം മോഷൻ ആണെങ്കിലും ഇൻ്റർവൽ ഓഫ് ടൈം സെയിം ആയിരിക്കും, പക്ഷേ ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. കവേർഡ് ഇസ് ഡിഫറെൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? നോൺ യൂണിഫോം മോഷൻ എന്ന് പറയാം. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ സെയിം ഇൻ്റർവൽ ഓഫ് ടൈമിൽ സെയിം ഡിസ്റ്റൻസ് മൂവ് ചെയ്യുക. നോൺ യൂണിഫോം എന്ന് പറഞ്ഞാലോ സെയിം ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഡിഫറെൻറ്റ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യുക. ഇതിനെയാണ് നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത യൂണിഫോം വെലോസിറ്റി. ഇത് നിങ്ങൾ പറയണം. പറഞ്ഞോ, എന്തായിരിക്കും യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? സെയിം ഇൻ്റർവൽ ഓഫ് ടൈമിൽ സെയിം വെലോസിറ്റിയോടുകൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ഹാവിങ് യൂണിഫോം വെലോസിറ്റി. ഇനി നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാലോ സെയിം ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഡിഫറെൻറ്റ് വെലോസിറ്റി ആണെങ്കിൽ വി ക്യാൻ സേ നോൺ യൂണിഫോം വെലോസിറ്റി. ഇനി യൂണിഫോം ആക്സിലറേഷൻ പറഞ്ഞോളൂ. സെയിം ഇൻ്റർവൽ ഓഫ് ടൈമിൽ ആക്സിലറേഷൻ സെയിം ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓബ്ജക്റ്റ് ഇസ് അണ്ടർ യൂണിഫോം ആക്സിലറേഷൻ. ഇഫ് same interval of time, if the object is having same acceleration, okay, then we can say it is uniform motion. Same interval of time le acceleration വ്യത്യാസമാണെങ്കിൽ non uniform acceleration. പിടികിട്ടിയോ? യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം പറയുന്ന സെയിം ഇൻ്റർവൽ ഓഫ് ടൈമിലാണ്. ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ യൂണിഫോം മോഷൻ എന്ന് പറയും, വെലോസിറ്റി സെയിം ആണെങ്കിൽ യൂണിഫോം വെലോസിറ്റി എന്ന് പറയും, ആക്സിലറേഷൻ സെയിം ആണെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയും. ക്ലിയർ? അടുത്ത് നമ്മൾ പഠിക്കുന്നത് ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും. ആവറേജ് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ സാധാരണ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പറാണ് ആവറേജ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈമാണ്. പക്ഷേ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇത് സ്പീഡ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. മനസ്സിലായോ? ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈമും ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈമും. സാധാരണ ഇത് കണ്ടുപിടിക്കുമ്പോൾ ഒരു ആവറേജ് വെലോസിറ്റിക്ക് വേറൊരു ഇക്വേഷനും കൂടെ പറഞ്ഞുതരാം. രണ്ട് ഓബ്ജക്റ്റിൻ്റെയാണ് തന്നേക്കുന്നതെങ്കിൽ V1 T1 പ്ലസ് V2 T2 ഡിവൈഡഡ് ബൈ T1 പ്ലസ് T2. ഇതാണ് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ. സാധാരണ നമുക്ക് തരാറുണ്ട് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, V1 T1 പ്ലസ് V2 T2 ഡിവൈഡഡ് ബൈ T1 പ്ലസ് T2. ഓക്കെ, ഇതാണ് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നെക്സ്റ്റ്, അപ്പോൾ V1 V2 ഉണ്ടോ നോക്കാം. വെറുതെ V1 പ്ലസ് V2 ഡിവൈഡഡ് ബൈ T1 പ്ലസ് T2 എന്ന് എഴുതരുത്. V1 T1 പ്ലസ് V2 T2 ഡിവൈഡഡ് ബൈ T1 പ്ലസ് T2. ഇതാണ് ആവറേജ് വെലോസിറ്റി. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ്, ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ, അതായത് ടൈം വളരെ ചെറുതാണെങ്കിൽ, വളരെ ചെറിയ ടൈം ഇൻ്റർവെല്ലിൽ നമ്മൾ വെലോസിറ്റി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയും. വെലോസിറ്റി അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം, അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നു. എന്തിനെ ലിമിറ്റ് ചെയ്യുന്നു? ടൈമിനെ, ടൈം ഇൻ്റർവെലിനെ ലിമിറ്റ് ചെയ്ത് 0 ആക്കുന്നു. അങ്ങനെയാണെങ്കിൽ ΔX/ΔT ആണ് എന്ത് പറയുന്നത്? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഈക്വൽസ് ലിമിറ്റ് ΔT ടെൻസ് ടു 0 ΔX/ΔT. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ തിയറി പോർഷൻ ഇതിനകത്ത് വരുന്നത്. ഇനിയുണ്ട് 3 ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാനായിട്ട്. അതായത് ഇക്വേഷൻ ഓഫ് മോഷൻ 3 ഡിറൈവ് ചെയ്യാനായിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞത് അതേ ഇക്വേഷൻസ് തന്നെയാണ്, അതിന് വ്യത്യാസമൊന്നുമില്ല. നോക്കിക്കോളൂ. ഇക്വേഷൻ ഓഫ് മോഷൻ V ഈക്വൽസ് U പ്ലസ് AT, S ഈക്വൽസ് UT പ്ലസ് ½ AT സ്ക്വയർ,
വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽസ് 2as. ഈ 3 ഇക്വേഷനുമാണ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഇത് കാണാതെ പഠിക്കണം, വളരെ പ്രധാനമാണ്. ഈ 3 ഇക്വേഷനും ഓക്കെ എഴുതി തന്നെ പഠിക്കുക. വി ഈക്വൽസ് യു പ്ലസ് എ ടി. അതുപോലെ ഇതിൻ്റെ ഡെറിവേഷനും വളരെ പ്രധാനമാണ്. ഡെറിവേഷൻ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, എന്നാലും എഴുതി പഠിച്ചേക്കുക. ഓക്കെ, ഈ 3 ഇക്വേഷൻ, ഈ ഫോർമുലാസ് ഒക്കെ മറന്നു പോവാതെ പഠിച്ചു വയ്ക്കുക. അടുത്ത് നമ്മൾ പഠിക്കുന്നത് റിലേറ്റീവ് വെലോസിറ്റി. എന്താണ് റിലേറ്റീവ് വെലോസിറ്റി? ഒരു വെലോസിറ്റിക്ക് അനുസരിച്ച് മറ്റതിനെ പറയുക. വെലോസിറ്റി ഓഫ് വൺ ഓബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു അതർ, അതിനെയാണ് റിലേറ്റീവ് വെലോസിറ്റി. ഇപ്പം ഞാൻ പറയുകയാണ് 2 ബസ്സുകളും, ഇപ്പോൾ ആ ബസ് ഭയങ്കര സ്പീഡിൽ പോവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റേ ബസ്സിനനുസരിച്ച് നോക്കുമ്പോൾ ഇത് സ്പീഡ് കൂടുതലാണ്. അല്ലെങ്കിൽ സ്പീഡിനൊരു ലിമിറ്റ് ഞാൻ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിനകത്തൊരു ലിമിറ്റ് ഉണ്ടാവും അല്ലേ? അതനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അത് നല്ല സ്പീഡിലാണ് പോകുന്നതെന്ന് അല്ലേ? ഇപ്പം നിങ്ങളൊക്കെ തന്നെ ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ അല്ലേ, മിക്കവാറും പിള്ളേരെല്ലാം എനിക്കറിയാം പറഞ്ഞാൽ അനുസരിക്കത്തൊന്നുമില്ല, എല്ലാവരും ബൈക്കും അതും കാര്യങ്ങളൊക്കെ ഓടിക്കുന്ന കുട്ടികൾ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് റോഡിൽ കൂടെ എന്തു സ്പീഡിലാണ് പോകുന്നത്, ഇതെൻ്റെ നോർമൽ സ്പീഡാണ്, ഇത് വളരെ കൂടുതലല്ല എന്ന് പറയുന്ന പലരെയും ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ സ്പീഡിൽ പോകുമ്പോൾ സ്പീഡിൽ പോകരുതെന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ അതിനേക്കാൾ ഷൂമാക്കറൊക്കെ ആയിരിക്കും അവരുടെ തലയിലിരിക്കുന്ന ആൾക്കാർ, മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും സ്പീഡാണ് അവരുദ്ദേശിക്കുന്നത്. നമുക്കാണെങ്കിലോ സാധാരണ ഇപ്പം നമ്മളെപ്പോലത്തെ എന്നെപ്പോലെ സാധാരണ അമ്മമാരൊക്കെ എൻ്റെ പിള്ളേർ ഒരു അപകടമൊന്നും ഇല്ലാതെ സ്പീഡ് കുറച്ച് പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഒരു 40 എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 50, 60, 50 വരെ പോട്ടെ എന്ന് വയ്ക്കും. അതിൻ്റെ കൂടുമ്പോഴത്തേക്കും നമുക്ക് നെഞ്ചെടുപ്പാണ്. ഓക്കെ, അതുകൊണ്ട് അതാണ് റിലേറ്റീവ് വെലോസിറ്റി. റിലേറ്റ് ചെയ്തിട്ട് പറയുകയാണ്. എൻ്റെ മനസ്സിലുള്ള വെലോസിറ്റിയെ റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പോകുന്നത് സ്പീഡ് കൂടുതലാണോ കുറവാണോ എന്നുള്ളത്. അപ്പോൾ വെലോസിറ്റി ഓഫ് വൺ ഓബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു അതർ, അതാണ് റിലേറ്റീവ് വെലോസിറ്റി. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി വിൽ ബി ഈക്വൽ ടു വി എ മൈനസ് വി ബി എഫ് ബോത്ത് ആർ ഇൻ സെയിം ഡയറക്ഷൻ. ഓക്കെ, ഒരേ ഡയറക്ഷനിലാണ് എങ്കിൽ നമുക്ക് വി എ മൈനസ് വി ബിയും വി എ ഇറ്റ് വിൽ ബി ഈക്വൽ ടു വി എ പ്ലസ് വി ബി എഫ് ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എഫ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ വി എ പ്ലസ് വി ബി എന്നും റെപ്രസെൻറ്റ് ചെയ്യും. മനസ്സിലായോ? റിലേറ്റീവ് വെലോസിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്? വി എ മൈനസ് വി ബിയും വി എ പ്ലസ് വി ബിയും. ഇനി അടുത്ത ഫ്രീ ഫോൾ. ഇപ്പോൾ ഒരു ഓബ്ജക്റ്റ് ഫ്രീലി ഫോളിങ് ഓബ്ജക്റ്റ് ആണോ അല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റുന്നത്? ഓബ്ജക്റ്റ് ഗ്രാവിറ്റിയുടെ ഇഫക്റ്റിൽ മാത്രം മൂവ് ചെയ്യുകയാണെങ്കിൽ, ഇഫ് ദ ഓബ്ജക്റ്റ് ഈസ് ഫോളിങ് അണ്ടർ ദ ഇഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി അലോൺ, then we can say it is under free fall. അപ്പോൾ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ ആ ഫ്രീ ഫോളിലിരിക്കുന്ന ഓബ്ജക്റ്റിൻ്റെ ആക്സിലറേഷൻ എപ്പോഴും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് വിൽ ബി അണ്ടർ യൂണിഫോം ആക്സിലറേഷൻ. Okay, if the object is under free fall, it will be under uniform acceleration. Acceleration എന്ന് പറഞ്ഞാൽ യൂണിഫോം ആയിരിക്കും. ഓക്കെ, ഇനി യൂണിഫോം മോഷനിൽ ഇനി നമുക്ക് അടുത്ത് പഠിക്കുന്ന ഗ്രാഫാണ്. ഗ്രാഫ് എങ്ങനെ പറയുന്നത്? യൂണിഫോം മോഷൻ, യൂണിഫോം വെലോസിറ്റി, യൂണിഫോം ആക്സിലറേഷൻ. ഓക്കെ, ഇത്രയാണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് വരയ്ക്കുകയാണ്. യൂണിഫോം മോഷനിലിരിക്കുന്ന ഓബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് വരച്ചാൽ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അതായത് സമയം കൂടുന്നതിനനുസരിച്ച് പൊസിഷൻ മാറി ഒരേപോലെ ചേഞ്ച് ചെയ്ത് വരുന്നു. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിലോ ഇനി ഇതിൻ്റെ യൂണിഫോം വെലോസിറ്റിയിലിരിക്കുന്ന ഓബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ലൈക്ക് ദിസ്. ഓക്കെ, ഇനി യൂണിഫോം ആക്സിലറേഷനിലിരിക്കുന്ന ഒരു ഓബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഇത് യൂണിഫോം മോഷൻ. ഇഫ് ദ ഓബ്ജക്റ്റ് ഈസ് അണ്ടർ യൂണിഫോം വെലോസിറ്റി ആണെങ്കിലും പൊസിഷൻ ടൈം ഗ്രാഫ് അതുപോലെ തന്നെയാണ്. ആക്സിലറേഷൻ ആണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി ഇതിൽ നിന്ന് യൂണിഫോം വെലോസിറ്റിയുടെ ഈ ഗ്രാഫിൽ പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്നും നമുക്ക് എന്തെല്ലാം കണ്ടുപിടിക്കാം? ഇതിൻ്റെ സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ
പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ഗിവ് യു ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അതോടെ ഓർത്ത് വയ്ക്കുക, ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ഗിവ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഈ ഗ്രാഫും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന തിയറി പോർഷൻസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രയോജനമാണെന്ന് തന്നെ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.